ജനാധിപത്യത്തിൽ സ്റ്റാർ വാർ എന്ന പദം പ്രയോഗിക്കാമെങ്കിൽ അത്തരമൊരു മണ്ഡലത്തിൽ നിന്നാണ് ഇന്ന് കണ്ണൂർ വിഷൻ പടയൊരുക്കം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് പ്രമുഖ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് പേരാവൂർ വാർത്തകളിൽ നിറയുന്നത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഒരു ഭാഗത്ത്, മുൻ മന്ത്രിയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ മറുഭാഗത്ത്. നേർക്കുനേർ രണ്ട് പ്രമുഖ നേതാക്കൾ മാറ്റുരക്കുന്നു. പേരാവൂരിൽ സ്റ്റാർ വാർ എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ കഴിയുക? പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BDJS നേതാവാണ് പൈലി വാത്യാട്ട. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ ഈ മണ്ഡലത്തിന്റെ പൾസറിഞ്ഞ നേതാവ് കൂടിയാണ് പൈലി വാത്യാട്ട. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി ആര് എന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും BDJS-ൽ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ഈ ജനങ്ങൾ, ഈ പ്രദേശത്തുകാർക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് ഈ സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കുകയാണ് സ്ഥാനാർത്ഥി. വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് പാർട്ടി നേതാക്കളും അതോടൊപ്പം തന്നെ അണികളുമെല്ലാം. ആത്മവിശ്വാസത്തോടുകൂടി പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുമ്പോൾ എന്താണ് ദേശീയ ജനാധിപത്യ സഖ്യം ലക്ഷ്യമിടുന്നത്? കണ്ണൂർ വിഷൻ പടയൊരുക്കത്തിനൊപ്പം സ്ഥാനാർത്ഥി പൈലി വാത്യാട്ട് ചേരുകയാണ്. ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വലിയ ചൂട്, ആ ചൂടും വകവെക്കാതെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പേരാവൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു മത്സരം എന്നതിനപ്പുറം നിങ്ങളുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് തെരഞ്ഞെടുപ്പ്. അതിൽ നിന്നൊക്കെ മാറി, കഴിഞ്ഞ തവണയൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം, അതിൽ നിന്നും മാറി ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറയുന്നത് വിജയിക്കും എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്താണ് ഈ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയം മാറുകയാണോ ശരിക്കും? തീർച്ചയായും 2016 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു.
നമുക്ക് അഭിമാനത്തോടെ പറയാം, അന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ഈ നിയോജകമണ്ഡലത്തിൽ 300 മടങ്ങ് മീൻസ് 3 മടങ്ങ് വോട്ട് ഇവിടെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മൾ മത്സരരംഗത്ത് വരുമ്പോൾ വളരെ വർഷങ്ങൾ പിന്നിട്ടു. ഇന്ത്യ ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം 12 വർഷക്കാലം പിന്നിടുമ്പോൾ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു ഭാഗത്ത് 15 വർഷമായിട്ട് നിഷ്ക്രിയനായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി, മറുവശത്ത് കഴിഞ്ഞ എല്ലാ കാലഘട്ടങ്ങളിലും 5 വർഷം ഈ മണ്ഡലത്തിൻ്റെ MLA-യും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് ഒഴിവാക്കുകയും പിന്നീട് അദ്ദേഹം മറ്റു മണ്ഡലങ്ങളിലൂടെ കേരളത്തിലെ നിലവിലെ ഭരണമുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ലോകാരാധ്യനായ നരേന്ദ്രമോദിജിയുടെ സ്വപ്നങ്ങൾ കേരളത്തിൽ പൂവണിയണമെന്ന് വിശ്വസിക്കുന്ന ഈ മലയോര ഗ്രാമത്തിലെ ആൾക്കാരുടെ മനസ്സറിഞ്ഞാണ് ഞങ്ങൾ ഈ ആത്മവിശ്വാസത്തോടെ ഈ രംഗത്ത് നിലനിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദീർഘകാലമായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കേവലം റോഡുകളുടെ പ്രശ്നങ്ങളല്ല, അവരുടെ ബേസിക്കായ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനമായി ആറളം സെറ്റിൽമെൻറ്റിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശാസ്ത്രീയമായ പഠനം ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിന് സന്നദ്ധമാണ്. നമുക്ക് ഒരു MLA ഉണ്ടെങ്കിൽ, ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ സ്വിച്ചിട്ടതുപോലെ അത് സംഭവിക്കാൻ പറ്റും. പേരാവൂർ മാത്രമല്ല, അങ്ങ് ഉദയഗിരി മുതൽ കേരളത്തിൻ്റെ അങ്ങ് ഇടുക്കി മേഖല വരെ അത് നടത്താൻ ഞങ്ങൾക്ക് കഴിയും. ഇവിടെ ആശുപത്രിയുടെ പ്രശ്നം, ജനങ്ങളെല്ലാം വൻകിട ആശുപത്രിയിലാണ് കടന്നു പോകേണ്ടത്. പാവപ്പെട്ടവർക്ക് വേണ്ട 2 ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ ഇരട്ടിയും പേരാവൂരും ഉണ്ട്. അതിനെ വികസിപ്പിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ വെച്ചാൽ അതിന് ഫണ്ട് മേടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ആറളം സ്റ്റേറ്റ് ഫാമിൽ ഒരു 3000 ഏക്കറിൻ്റെ ഒരു ഫാമുണ്ട്. ആ ഫാം ഇന്ന് കാട്ടാന കയറി, കുരങ്ങ് കയറി, മയിൽ കയറി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫാമായി അത് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടെക്നോളജി, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് 11 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യയിൽ അനുവദിക്കുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ആറളം ഫാമിൽ വെച്ചാൽ ഈ പ്രദേശത്തെ കർഷകരുടെ ഒരു അഭയകേന്ദ്രമായി മാറും. അതുപോലെ തന്നെ ആ പാവപ്പെട്ട സെറ്റിൽമെൻറ്റിലുള്ള സഹോദരങ്ങൾക്ക് അവരുടെ ഓരോ ഏക്കർ സ്ഥലത്തും ഹൈടെക് കൃഷി ചെയ്യാനുള്ള ഒരു മേഖലയായിട്ടത് മാറാൻ കഴിയും. രാജ്യം വികസിക്കുമ്പോൾ 30 വർഷം പുറകിലോട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഓരോ കർഷകനും സമ്പന്ന കർഷകനാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമ്പന്ന കർഷകനാണ് സമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ അടിത്തറ. ആ കർഷകന് സമ്പത്തില്ലെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് ജീവിതം വഴിമുട്ടും. ഈ വികാരം ജനത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുൽസിതമായ ചില ചെറിയ പ്രചരണങ്ങൾ കൊണ്ട് ഇതൊന്നും വഴി മാറിപ്പോകുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രിയപ്പെട്ട ജനങ്ങളോടൊപ്പം, ദേശീയ ജനാധിപത്യത്തോടൊപ്പം ആണ് ഈ പരിപാടിയിൽ മുന്നോട്ട് പോകുന്നത്. പൈലി ഒരു നിമിത്തം മാത്രമാണ്. പൈലി ജയിച്ച് MLA ആയി ഞെളിയുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ദേശീയ ജനാധിപത്യ സഖ്യം ഈ രാജ്യത്തിന് കൊടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ഒരു വ്യക്തി മാത്രമാണ് പൈലി. അത് ഞങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും. ഗോഖലെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുന്ന പോലെ മോദിജി പറഞ്ഞു വികസനം നിങ്ങളുടെ ജന്മാവകാശമാണ്, അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും. ആ നേട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളും ഒരേപോലെ പടപൊരുതുമ്പോൾ കേരളത്തിലെ 78 മണ്ഡലങ്ങളിൽ ആദിശക്തരായ കേരളത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള നേതാക്കന്മാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവർ മത്സരിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞുള്ള ലക്ഷ്യം വിട്ടുകൊണ്ടല്ല. ജനങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചാൽ 2004 PC തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ച അനുഭവം ഇവിടെ ഉണ്ടാകും. കാരണം ഒരു വശത്ത് 10 വർഷം കൊണ്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ച ഒരു സമ്പദ് വ്യവസ്ഥ, മറുവശത്ത് 15 വർഷം ലഭിച്ചിട്ടും
തൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യമുള്ള ഏറ്റവും നല്ല കാലഘട്ടത്തിൽ MLA ആയിട്ട് കഴിഞ്ഞിട്ടും വളരെ സാവധാനത്തോടെ വളരെ ലാഘവത്തോടെ അതിനെ കാണുകയും ഇനി മൂന്നാമതൊരു ഊഴത്തിൽ മന്ത്രി കസേരയിലിരുന്ന് നാട് നന്നാക്കുമെന്ന് വിചാരിക്കുന്ന ഇരിക്കൂറിലെ പഴയ ഒരു MLAയുടെ കഥയാണ് ഇവിടെ ഓർക്കുന്നത്. അപ്പം ഇതിലൊന്നും കാര്യമില്ല. ശക്തിയുള്ളവൻ മുന്നിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. ഈ നാട്ടിലെ ഓരോ ജനങ്ങളെയും ഞങ്ങൾ കൂടെ ചേർത്ത് മാറോട് ചേർത്ത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വ്യവസായങ്ങൾ കൊണ്ടുവരാൻ, ചുരം രഹിത പാത യാഥാർത്ഥ്യമാക്കാൻ. നിങ്ങളൊരു കാര്യം അറിയണം, 15 വർഷം മുമ്പ് 2010 ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഞാൻ കേരള പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതിനു മുമ്പ് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്തത്. ഞാൻ റിട്ടയർ ചെയ്ത ഉടനെ പഞ്ചായത്ത് പ്രസിഡൻ്റായി. അന്ന് 52 പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട നിലവിലുള്ള MPയും സഹിതം ഉമ്മൻചാണ്ടി സാറിൻ്റെ മുന്നിൽ ചുരം രഹിത പാതയ്ക്ക് ഒരു നോഡൽ ഏജൻസിയെ, വേറെ ഒന്നും പറഞ്ഞല്ലോ, നോഡൽ ഏജൻസിയെ തീരുമാനിക്കാൻ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇന്ന് 15 വർഷം കഴിഞ്ഞു, നടന്നില്ല. അതിന് ബാലിശമായ കാര്യങ്ങളാണ് അതിന് മറുപടി വരുന്നത്. അതിലെന്ത് ബാലിശതയ്ക്കും കാര്യമില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട മധുരയിലെ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന അബ്ദുറഹിമാൻ സാർ പറഞ്ഞ വാക്കാണ് തിരുവനന്തപുരത്ത് ചീഫ് കൺസർവേറ്ററുടെ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് എന്നോട് പറഞ്ഞാണ്, സിമ്പിളായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പകരം ജോയിൻറ്റ് സർവേ ചെയ്ത് നഷ്ടം, ഫോറസ്റ്റിൻ്റെ നഷ്ടം എത്ര, മറ്റേ ഡാമേജ് എത്ര. ഈ ഡാമേജ് എന്താണെന്ന് വെച്ചാൽ അത് ഫോറസ്റ്റിന് ജൈവ വൈവിധ്യമോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ അതിന് വേണ്ട ടെക്നോളജി ഇന്ന് ഇന്ത്യയിലുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ വിചാരിക്കണം, കണ്ണൂർ ജില്ലയെ ലോകത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ കഴിയുന്ന, കണ്ണൂർ വിമാനത്താവളത്തിനെ ലോകത്തിൻ്റെ ഇന്ത്യയുടെ ഹബ്ബാക്കി മാറ്റാൻ കഴിയുന്ന ചുരം രഹിത പാതയിൽ 20 ടണ്ണിൻ്റെ കണ്ടെയ്നർ ലോറികൾ നിഷ്പ്രയാസം കയറിപ്പോണെങ്കിൽ 4 വരിപ്പാത അനിവാര്യമാണ്. ആ 4 വരിപ്പാതയുണ്ടെങ്കിൽ വയനാടിൻ്റെ മേഖലയിൽ, കർണാടകയുടെ മേഖല, തമിഴ്നാട്ടിലെ പച്ചക്കറികളും കാര്യങ്ങളും വന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന്, ഇവിടുത്തെ കർഷകരുടെ ഉന്നമനത്തിന്, ഇവിടെ ഉണ്ടാക്കുന്ന ആറളം ഫാമിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ വിപണിയിലെത്തിക്കാൻ എല്ലാം വേണ്ടത് ചുരം രഹിത പാതയുടെ ആവശ്യം. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറയുന്ന സാഹചര്യമുണ്ടോ? അവർക്കൊക്കെ ബോധ്യമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? ജനങ്ങളെ സമീപിക്കുമ്പോൾ പ്രധാനമായിട്ട് അവർ പറയുന്നത് അനീഷിൻ്റെ മരണത്തെ പറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമ്മൾ ഹൃദയവേദനയോടെ പറയാം, അനീഷ് മരിച്ചു വീണ ആ രക്തം തട്ടം കിടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നി. ഇതുപോലത്തെ വനത്തിൻ്റെ ഉള്ളിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അനാഥമാക്കാൻ വേണ്ടിയിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ഈ ചുരരഹിത പാതയെപ്പറ്റി 50 വർഷം മുമ്പ് തുരുത്തിയിൽ കുഞ്ഞേട്ടൻ അതിനെപ്പറ്റി പറഞ്ഞു. ബാലിശമായ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് MLA അതിൽ ഇടപെടാത്തത്, വേറും ബാലിശമായ താല്പര്യം. അപ്പോൾ ഈ ചെറിയ ചെറിയ മുട്ടാപോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആശുപത്രി വികസനത്തിന് ഫണ്ടില്ലെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഇതുണ്ട്. നിങ്ങൾ പാലായിലും മറ്റു പല സ്ഥലങ്ങളിലെയും താലൂക്ക് ആശുപത്രികളിൽ പോയി കാണണം. 7-8 നിലയിലുള്ള വലിയ ആശുപത്രി സമുച്ചയങ്ങളുണ്ട്. നമുക്കുണ്ടാക്കുക, ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അനുസ്യൂതം വരുന്നത് മേടിക്കാനും അത് യൂട്ടിലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചെയ്യാനും ഡൽഹിയിലും തിരുവനന്തപുരത്തും പേരാവൂരും നമുക്ക് ഓഫീസുകൾ ആവശ്യമുണ്ട്. ഒരു കാര്യം സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും, നമ്മുടെ വിജയം അല്ലെങ്കിൽ NDA വിജയിക്കുമ്പോൾ ഡൽഹിയിൽ നമുക്ക് കേരളത്തിൻ്റെ ഒരു ലൈസോൺ ഓഫീസ് വർക്ക് ചെയ്യും. അവിടെ പദ്ധതികൾ കണ്ടെത്താനും CSR ഫണ്ടുകൾ, വേറെ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 9 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി അടക്കം 9 പഞ്ചായത്തുണ്ട്. ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയ്ക്ക്, ഒരു NGOയുടെ ഒരു ദേശീയ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, CSR ഫണ്ട് ലഭിക്കണമെങ്കിൽ അത് ലഭിക്കാൻ അർഹതയുള്ള പഞ്ചായത്തുകൾക്ക് ലഭിക്കാൻ കഴിയും. അവിടുത്തെ പദ്ധതികൾ ചാനലൈസ് ചെയ്ത് ഓരോ പഞ്ചായത്തിനെയും സ്വയം പര്യാപ്തമാക്കി മാറ്റി. അവരാര് ഭരിക്കട്ടെ, CPM-ഓ കോൺഗ്രസ്സോ വേറെ ആര് വേണമെങ്കിലും ഭരിക്കട്ടെ, പക്ഷേ നാട് നന്നാകാൻ അവർ ഭരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ഓരോ പഞ്ചായത്തിനും 100 കോടി 200 കോടി അവരവസാനം മടുക്കുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കിഴക്കമ്പലം പഞ്ചായത്തിൽ സാബു ജേക്കബ് ചെയ്തത് അതിൻ്റെ 100 ഇരട്ടി സാബു ജേക്കബ് സ്വന്തം കീശയിലെ കാശെടുത്ത് ചെയ്തു. ഇത് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ അവിടെ ഉള്ളിടത്തോളം കാലം 1 ലക്ഷം കോടിയിൽ പരം CSR ഫണ്ട് അവിടെ ഉള്ളിടത്തോളം കാലം നമുക്കത് ചാനലൈസ് ചെയ്യാൻ നമുക്കത് കഴിയും.
അപ്പം നാടിനു വേണ്ടി മോദിജി വിഭാവനം ചെയ്ത വികസന സ്വപ്നം ഈ കൂട്ടുപടയിലെത്തിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഒന്നാം ഘട്ട ഇത് പൂർത്തീകരിക്കുമ്പോൾ ഓരോ മേഖലയിലും വീട്ടിലും തരുന്ന ആ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള ഞങ്ങളോടുള്ള സമീപനം അത് വോട്ട് മാത്രമല്ല, അവരെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് നൽകാൻ രാജീവ് ചന്ദ്രശേഖർജി തയ്യാറാണ്, മോദിജി തയ്യാറാണ്. അത് അടിയുറച്ച് ഈ 4-ാം തീയതി അദ്ദേഹം വീണ്ടും പ്രഖ്യാപിക്കും. ജനങ്ങൾ മാറ്റം ഉൾക്കൊള്ളും. മാറ്റത്തിനായിട്ടുള്ള ഒരു മഹത്തായ പോരാട്ടത്തിൽ വികസിത കേരളം 3 വർഷത്തിനിടയ്ക്ക് അതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയും. അതാണ് നമുക്ക് പറയാം. പേരാവൂർ മാറും. ആ മാറ്റം അത് മോദിജിയോടൊപ്പം തന്നെയായിരിക്കും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് പൈലി വാത്യാട്ട് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്, വോട്ടർമാർക്കിടയിലേക്ക് പോകുന്നത്. മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടെ ഒരു ജനപ്രതിനിധി വേണം. അതായത് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു ലെയ്സൺ ഓഫീസായി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അതുവഴി പേരാവൂരിൻ്റെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടാനുള്ള ഒരു സംവിധാനമായി അത് മാറും എന്നുള്ളതാണ് പൈലി വാത്യാട്ട് വിശദീകരിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, അവർ കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ വോട്ടായി മാറും. അത്ഭുതങ്ങൾ സംഭവിക്കും, മാറാത്തതും മാറും എന്ന BJPയുടെ NDAയുടെ പ്രഖ്യാപനം അത് പേരാവൂരിലും നടക്കാൻ പോവുകയാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടിനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർക്കൊക്കെ ഉള്ളത്. പേരാവൂർ പോലുള്ള ഒരു മണ്ഡലത്തിലും അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ NDA നടത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ട് എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി പൈലി വാത്യാട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി, ഒരിക്കലും വോട്ടിന് വേണ്ടി മാത്രം എന്നുള്ള മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി വിജയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യം. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പൈലി വാത്യാട്ട് നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും ആത്മവിശ്വാസത്തോടുകൂടി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ കടുത്ത ചൂടിലും ആവേശമൊട്ടും തളരാതെ മുന്നോട്ട് പോവുകയാണ് നേതാക്കളും അവർക്കൊപ്പം അണികളും. വീടുകളിലൊക്കെ പോകുമ്പോൾ എന്താണ് ഒരു പ്രതികരണങ്ങളൊക്കെ കിട്ടുന്നത്? നല്ല സ്വീകരണമാണ് എല്ലാവരുടെയും. എന്തായാലും ഒരു മാറ്റം, നമ്മുടെ മുദ്രാവാക്യം തന്നെ ഇതാണല്ലോ, മാറ്റത്തിന് വേണ്ടി. അത് നല്ല വലിയൊരു ചലനമുണ്ട്. ഉണ്ട്, വലിയ ചലനമുണ്ട്. വീടുകളിലൊക്കെ പോകുമ്പോൾ അമ്മമാരൊക്കെ എന്താ പറയുന്നത്? അമ്മമാരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അവർ പറയുന്നത് എന്നു വെച്ചാൽ ഒരു മാറ്റം വേണം. ഈ മാറ്റം വന്നാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരുടെ അടുത്തും, ചെല്ലുന്നിടത്തു നിന്നെല്ലാം കിട്ടിയത് നല്ല അഭിപ്രായമാണ്. NDA ഒരു എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അല്ല NDA കയറി വരും, എന്താണേലും കയറി വരും. കേരളത്തിൽ NDA ഭരിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഉറപ്പിലേക്കൊക്കെ എത്തി ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് പ്രവർത്തിക്കുന്നത് തന്നെ. നല്ല ഉറപ്പുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും അതൊക്കെ ചർച്ചയാവുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ എത്തുന്നുണ്ടോ? മാക്സിമം ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത്ര ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അത് അവർ പറയുന്നുമുണ്ട്, എത്തുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മാറ്റം പറയുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. പേരാവൂരിൽ ഒരു അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. മാറ്റം എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. പേരാവൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ഒരു അധികാരത്തിൽ വരണമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആളുകളെയൊക്കെ സമീപിക്കുമ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ വീടുകളൊക്കെ കയറുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. മുൻ വർഷങ്ങളെക്കാളും മുൻ തെരഞ്ഞെടുപ്പുകളെക്കാളും ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് നല്ലൊരു അഭിപ്രായം ജനാധിപത്യ സഖ്യം. നേരത്തെയൊക്കെ ഒരു അകറ്റി നിർത്തുന്ന ഒരു സമീപനം മാറി ആ സമീപനം ഇപ്പം ചേർത്ത് പിടിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും
ചില പ്രദേശങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് വരെയും നമ്മളോട് ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ടായി. കുടിവെള്ളമൊക്കെ തന്ന് സ്വീകരിക്കുന്നുണ്ട്. ഉണ്ട് 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 ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകുന്നുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇല്ല ഇപ്പോൾ എല്ലാത്തിനും മാറ്റം വന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്ത രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പണ്ടെല്ലാം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എല്ലാം ജനങ്ങളെല്ലാം നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ വിജയം. നമ്മളെ ഏറ്റവും വലിയ വിജയം അതാണ്. നമ്മളെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നല്ലൊരു സഖ്യം നമുക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് എന്തായാലും കിട്ടും. തീർച്ചയായും കിട്ടും. നല്ല പ്രവർത്തനമാണ്. ഏത് മുന്നണിയിൽ നിന്നാണ് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത? അതങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. ജനങ്ങളുടെ കയ്യിലല്ല ഉള്ളത്, നമ്മളെ കയ്യിലല്ല. നിങ്ങൾ പിടിക്കുന്ന വോട്ടായിരിക്കും മറ്റു രണ്ടാളുടെ ജയം ആര് എന്ന് തീരുമാനിക്കുക. തീർച്ചയായും നമ്മളെ പിന്നെ പേടിയുണ്ടാവില്ല എല്ലാവർക്കും. നമ്മളെ നല്ല പ്രവർത്തനം, അതായത് സത്യസന്ധമായി പ്രവർത്തിച്ച് കിട്ടുന്ന വോട്ടാണ് നമ്മളെ BJP വോട്ട്. വോട്ട് ഇരട്ടിയാവോ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ? അതാ പറഞ്ഞാൽ അതിലും ജനങ്ങളെ കയ്യിലുള്ളത്. ജനങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നത്, നല്ല ഏത് വശമാണെന്നുള്ളത് ജനങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യും. പണ്ടത്തെ പോലെയല്ല. ഇപ്പം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഖ്യം ജയിച്ചു കഴിഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് അറിയാം. അപ്പം നല്ല അഭിപ്രായം തന്നെയാണ്. എന്തായാലും നമ്മളെ പൈലി സാറ് ജയിക്കും തന്നെയാണ് നമ്മളെ വിശ്വാസം. അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണുമ്പോൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാകും പേരാവൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജയത്തിൽ കുറഞ്ഞതൊന്നും ഇരുമുന്നണികളും പേരാവൂരിൽ ആഗ്രഹിക്കുന്നുമില്ല. പേരാവൂരിലെ ഫലം എന്തു തന്നെയായാലും അത് മുന്നണി രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യവുമുണ്ട്. UDF പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന പൊട്ടിത്തെറി വലുതായിരിക്കും. LDF ആണ് പരാജയപ്പെടുന്നതെങ്കിൽ KK ശൈലജയെ എന്തിന് ബലിയാടാക്കി എന്ന ചോദ്യത്തിന് CPM-ഉം ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചയാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. NDAക്കും നിർണായകമാണ് പേരാവൂർ. വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പേരാവൂർ എന്നത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറുമ്പോൾ എന്താകും ഇവിടുത്തെ ജനവിധി? അത് അറിയണമെങ്കിൽ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.